എന്താ കോയിന്നുകുട്ടി? നമ്മളൊക്കെ ഒരു പുഴ കയറ് വാങ്ങി അങ്ങോട്ട് തൂങ്ങിയാ മതി. എന്തിന്? ചാകാൻ. അല്ലാണ്ടെന്തിനാ? ചാവാൻ മാത്രം തരാണ്ടായി. ഏട്ടൻ ഈ കുന്തത്തിന്റെ മുന്നിൽ നിന്ന് എണിക്കാവോ? എന്നാൽ ലോകം എന്താണെന്ന് അറിയും. നീ കാര്യം പറ. ഉള്ള കാര്യം നേരെ പറയില്ല, അതിന് വേണ്ടാത്ത വളച്ചു കിട്ടു. നിങ്ങൾ കുടുംബക്കാരെല്ലാരും അങ്ങനെയാ. സൗദാമിനി, ഞാൻ കലിയോണ്ട് നിൽക്കുക, വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ മുന്നിലുണ്ടല്ലോ 4 മണി നാക്ക്, നാട്ടുകാരുടെ മുന്നിൽ അത് എങ്ങോട്ട് പോയി? നിങ്ങൾ തമ്മിൽ പണങ്ങാണ്ട് കാര്യം പറ കോയിന്നുകുട്ടി. ഏടത്തെ പറ്റി ഏട്ടൻ വല്ലതും കേട്ടോ? എന്ത്? എന്ത്? എന്നാ നാട്ടിലൊന്ന് ചെന്ന് നോക്ക്. ആളുകൾ പറയണ കേട്ടപ്പോ എനിക്ക് അപ്പ ചാകാനാ തോന്നിയത്. ഏട്ടനുള്ളത് ഒരു പെൺകുട്ടിയാ, പെൺകുട്ടി. എങ്ങനെ ഇനി 4 ആളുടെ മുഖത്ത് നോക്കും? ഞാൻ പറയാം, എനിക്ക് വളച്ചു കേട്ടേണ്ട കാര്യമൊന്നുമില്ല. പെങ്ങള് നാട്ടിലെ നല്ല പേരാ ഉണ്ടാക്കിയിരിക്കണത്. എന്റെ പരമേട്ട, ആ പട്ടാളക്കാരനും ഏടത്തിയായിട്ട് ഞാൻ എങ്ങനെയാ അത് പറയുക? ഇഷ്ടത്തിലാണോ? എന്നാ നമുക്കത് അങ്ങോട്ട് ആലോചിച്ച് നടത്താം. തേങ്ങാക്കൊല. ഇത് അങ്ങനെയുള്ള ഒരു ഇഷ്ടമല്ല എന്റെ പരമേട്ട. അയാൾ വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള ആളാന്നാ പറഞ്ഞു കേട്ടത്. ഓ, ഏട്ടനോട് പറഞ്ഞാല് എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഏടത്തി ഇവിടെ വന്നേ. കല്യാണം കഴിക്കാണ്ട് നിന്നത് വെറുതെ ഒന്നുമല്ല. ആശുപത്രിയിലെ ചില ഡോക്ടർമാരും പിന്നെ ഒരു വൈദ്യരും. സൗദാമിനി, മതി, നിർത്ത്. അയാളെ രാത്രിയിൽ വരവും പോക്കൊക്കെ ഉണ്ടെന്നാക്കിട്ടുള്ളൂ. അവിടെ താമസമായിട്ട് കണ്ടമാനം സ്വത്തുള്ള ആളാ ശ്രീധരൻ കർത്താവ്. പറഞ്ഞ പോലെ ശ്രീധരൻ കർത്താവായിരുന്നെങ്കിൽ നമുക്കൊക്കെ അതുകൊണ്ടൊരു ഗുണമായിരുന്നു. അതിന് ബുദ്ധി വേണം ജാനുവേടത്തി. പിടിക്കുമ്പോ പുളിങ്കൊമ്പിൽ പിടിക്കണം. നാളെ നമ്മുടെ കുട്ടികൾ അനുഭവിക്കേണ്ട മുതലാ. അത് കണ്ടോര് കൊണ്ടുപോകും. ജാനുവേടത്തി, ഈ ഏട്ടനോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. സുരേന്ദ്രനെ കണ്ടി ഞാൻ പറഞ്ഞോളാം. ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ അവസാനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ